ഇറാൻ ആക്രമണത്തിൽ UAE-യിൽ 10 പേർക്ക് കൂടി പരിക്ക്. ഇതോടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ 78 എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസമായി ജീവാപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ 3 മിസൈലുകളും 129 ഡ്രോണുകളും നേരിട്ടു. 8 ഡ്രോണുകൾ രാജ്യത്ത് പതിച്ചുവെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ, അതിശക്തമായ ആക്രമണം ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണോ UAE? യുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇറാന്റെ ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ അബുദാബിയുടെ ആകാശത്തും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവയെയും ഫലപ്രദമായി നേരിട്ടുവെന്ന് മന്ത്രാലയം അറിയിക്കുന്നു. ഇന്നലെ നേരിട്ട കണക്കുകൾ അനുസരിച്ച് 10 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണം 78ആയി. ഈ പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട് എന്ന് ആണ് മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുവരെ മരിച്ചത് 3 പേരാണ്. ഒരു പാക് സ്വദേശിയും ബംഗ്ലാദേശി സ്വദേശിയും നേപ്പാൾ സ്വദേശിയും മരിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി പുതിയ ജീവാപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഇതുവരെ 189 ബാലിസ്റ്റിക് മിസൈലുകളാണ് UAE ലക്ഷ്യമിട്ട് ഇറാൻ വിക്ഷേപിച്ചത്. ഇതിൽ 13 കടലിൽ പതിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബാക്കിയുള്ളവയെ ഫലപ്രദമായി നേരിടാൻ UAE പ്രതിരോധ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ 941 ഡ്രോണുകളാണ് UAE ലക്ഷ്യമിട്ട് എത്തിയത്. ഇതിൽ 65 വിവിധ ഭാഗങ്ങളിൽ പതിച്ച് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ദുബൈ അൽസീഫിലുള്ള US കോൺസുലേറ്റിന് നേരെയും ഒരു ഡ്രോണാക്രമണം ഉണ്ടായി. അത് ഒരു തീപിടുത്തത്തിന് കാരണമായി. അല്പസമയത്തിനുള്ളിൽ തന്നെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് ദുബൈ മീഡിയ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ UAE-യിൽ 10 പേർക്ക് കൂടി പരിക്കേൽക്കുകയാണ് ഉണ്ടായത്.